ഇന്ത്യ ന്യൂസിലാൻഡ് 5ാം T20 മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. സഞ്ജു സാംസൺ ആദ്യ ഹോം മാച്ചിന് ഇറങ്ങിയേക്കും. ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റ് കഴിഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇവിടെ കേരളത്തിലൊരു മത്സരം കിട്ടിയതിന്റെ ആവേശത്തിലാണ് തലസ്ഥാനത്തെ ക്രിക്കറ്റ് പ്രേമികൾ. മഹേഷ് പോലൂർ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മഹേഷ്, എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തിന്റെ ആവേശം? നിഷാദ്, തീർത്തും ആവേശത്തിലാണ് തിരുവനന്തപുരം ഉള്ളത്. പ്രത്യേകിച്ച് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ ഓരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ആരാധകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. പലയിടത്തു നിന്ന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിയുന്നതോടുകൂടി കുറെ കൂടി ആളുകൾ എത്തും. ഞങ്ങൾ പ്രധാന ഗേറ്റിലാണ്. എനിക്കൊപ്പം മുഹമ്മദ് നൌഫൽ കൂടി ചേരുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ പ്രധാന ഗേറ്റിലാണ്. രാവിലെ വന്ന സമയത്ത് നൌഫൽക്ക് അവിടെ വന്ന സമയത്താണ് ധോണിയുടെ ഒരു തല വെക്കുന്നത് കണ്ടത്. തലയുടെ തല കാരണം വെച്ചാലേ ഇവിടെ ഒരു സൈഡിൽ ധോണി, പുറത്ത് സഞ്ജു സാംസൺ അല്ലേ? അതായത് കേരളത്തിന്റെ ധോണിയാണ് സഞ്ജു സാംസൺ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? കാരണം വെച്ചാല് ഇന്ത്യ എങ്ങനെ ധോണിയെ ഇഷ്ടപ്പെടുന്നു അതുപോലെ മലയാളികളെ സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് സഞ്ജു കളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോ പിന്നെ നമുക്ക് അറിയാൻ കഴിയുന്ന സംഗതി സഞ്ജു കളിക്കാനുള്ള സാധ്യത തന്നെ കൂടുതലാണ്. പക്ഷെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ കളി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ വളരെ സീരിയസ് ആയിട്ടാണ് മാച്ചിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു 11 ഇറക്കാൻ വേണ്ടിയാണ് ഇന്ത്യ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ സഞ്ജു ഔട്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു കളിക്കാനുള്ള സാധ്യത, കാരണം സഞ്ജുവിന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വേൾഡ് കപ്പ് ടീമിൽ ഓൾറെഡി സഞ്ജു ഉണ്ട്. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് മുമ്പ് സഞ്ജു ആത്മവിശ്വാസം വീണ്ടെടുക്കണം. അത് ടീമിന്റെ കൂടി ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ സഞ്ജു ഇന്ന് കളിക്കാൻ തന്നെയാണ്. സഞ്ജു ഒരു ഇരട്ട സമ്മർദ്ദം ഉണ്ട്. അതായത് ഒന്ന് നാട്ടിൽ ആദ്യമായി കളിക്കുന്നു, മറ്റൊന്ന് ഈ സീരീസിൽ അങ്ങനെ തിളങ്ങാൻ പറ്റിയില്ല. 4 കളികളിൽ 40 റൺസ് മാത്രം. അപ്പോൾ ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ സഞ്ജുവിന് സാധിക്കുമായിരിക്കും. ഇല്ല, സമ്മർദ്ദത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് ഒരു പ്ലെയറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി എല്ലാ കളികളെക്കാളും വിഭിന്നമായി കോൺഫിഡൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ള സഞ്ജുവിന് ഉരച്ച് പരിശോധിക്കാനുള്ള ദിവസമാണെന്ന്. ആ ഉരച്ച് പരിശോധനയിൽ വിജയിച്ചാൽ മാത്രമേ സഞ്ജുവിന് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അത് വിജയിക്കുക എന്നുള്ളത് സഞ്ജുവിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അത് സഞ്ജു നിർവഹിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നൌഫൽക്ക പറഞ്ഞതുപോലെ സഞ്ജുവിന്റെയും ധോണിയുടെ ആരാധകർ മാത്രമല്ല, അങ്ങേയറ്റത്ത് പത്മശ്രീ രോഹിത് ശർമ്മയ്ക്ക് ഇപ്പോൾ ഒരു ബോർഡ് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്താണ് അവിടെ രോഹിത് ശർമ്മയുടെ ഒരു ബോർഡ്. രാജ്യത്തിന് വേണ്ടി 2 ഐതിഹാസിക കിരീടങ്ങൾ നിസ്വാർത്ഥനായി ടീമിനെ മുമ്പിൽ നയിച്ച നേതാവ്, പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച ചരിത്ര നായകന് അഭിനന്ദനങ്ങൾ. അപ്പോൾ ഫാൻ ഫൈറ്റ് കൂടി നടക്കുന്നുണ്ട് എന്ന് കൂടെ പറയണം. ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ കളി എന്ന് പറയുന്നത് സഞ്ജുവിന്റെ വലിയ കട്ടൗട്ട്, ഇതിപ്പോ ഏതാണ്ട് ഒരു 19 അടിക്ക് ഉയരം ഉണ്ടാവും അല്ലെ? സാധാരണ നമ്മള് മലപ്പുറത്തൊക്കെ മെസ്സിയുടെ കട്ടൗട്ട് കാണാറുണ്ടല്ലോ, അതുപോലെയാണ് എനിക്ക് ഇതിനെ തോന്നിയത്. കാരണം ധോണി വിരമിച്ചിട്ട് എത്ര വർഷമായി, പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആരാധകരുടെ എണ്ണത്തിന് ഒരു കുറവില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ സഞ്ജുവിന്, കാരണം സഞ്ജു ഇന്ന് കളിക്കും എന്നുള്ളതുകൊണ്ട്, കാരണം സോൾഡ് ഔട്ടാണ്. ടിക്കറ്റൊക്കെ 2 ദിവസം മുമ്പ് സോൾഡ് ഔട്ടാണ്. സാധാരണ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ അങ്ങനെ അവസാന ദിവസവും ടിക്കറ്റൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇന്ന് ടിക്കറ്റ് ഇല്ല. ആ കാണികളോട് സഞ്ജു നീതി പുലർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതാണ്. അപ്പോൾ സഞ്ജുവിന്റെ വേണ്ടി കാത്തിരിക്കുകയാണ്, സഞ്ജുവിന്റെ പ്രകടനത്തിനായി ആളുകൾ കാത്തിരിക്കുകയാണ്. പക്ഷെ അതിനിടയിലാണ് തലസ്ഥാനത്ത് തലയെടുപ്പ് നമ്മൾ കാണുന്നത്. ധോണിയുടെ ആരാധകരും അല്ലാതെ നമ്മളിവിടെ നിൽക്കുന്ന ഈ പ്രദേശത്ത്, ഈ സ്ഥലത്ത് ഒരുപാട് ആളുകൾ ഇവിടെ ഇന്ത്യയുടെ ടീഷർട്ട്, തൊപ്പി വിൽക്കുന്നുണ്ട്, ഒപ്പം തന്നെ കന്നഡ വിൽക്കുന്നുണ്ട്, ദേശീയ പതാക വിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വൈകിട്ട് സ്റ്റേഡിയത്തിലേക്ക് ആളുകൾക്ക് ഇങ്ങനെ ആരവം മുഴക്കാൻ വേണ്ടി കാത്തുവെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 200 രൂപ 250 രൂപ നിരക്കിലാണ് ഈ ടീഷർട്ടൊക്കെ ഇവിടെ വിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി നമുക്കറിയാം, ഈ സീരീസ് തുടങ്ങിയ നിഷാദ് സഞ്ജുവിന് തിളങ്ങാനായിട്ടില്ല. ആദ്യത്തെ 3 മത്സരത്തിൽ ഇന്ത്യ ജയിച്ച് പരമ്പര നേടിയെങ്കിലും 4ാമത്തെ മത്സരം വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ ഇന്ത്യക്കൊന്ന് കാലിടറി. കിവീസിനാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം, ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം കൂടി ജയിച്ചാൽ 3-2 എന്നുള്ള രീതിയിൽ പരമ്പര പോയാലും ഒരു പൊരുതി നിന്നു എന്നുള്ളൊരു പേര് അവർക്കുണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി അവർ പരിശ്രമിക്കും. ഇതിനു മുൻപ് ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സമയത്ത് കനത്ത മഴയായിരുന്നു. അത് T20 മത്സരമായിരുന്നു. പക്ഷെ അത് കേവലം 8 ഓവറിൽ ആ മത്സരം തീർക്കണ്ടായി. നൗഫൽക്ക് ഒരു ടീഷർട്ട് വാങ്ങിച്ചെന്ന് തോന്നുന്നു, സഞ്ജു സാംസന്റെ ടീഷർട്ട് അല്ലേ? സാംസൺ. അപ്പോൾ ഇതിന് വരെ സഞ്ജു സാംസൺ ടീഷർട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അല്ലേ, ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. वो डिमांड कौन सा, किसका टी शर्ट के? संजू का। ओ, कितना रुपए है इसमें? 200 रुपए सर। 200 रुपए। कितने अभी आपने दिया? कितना पीस दिया? अभी कम से कम 30 पीस गया है। 30 पीस गया है। अभी गया है। लोग अभी आता है, घर भी है, वो प्रॉब्लम है क्या? हाँ, थोड़ा प्रॉब्लम है, धूप की वजह से पब्लिक अभी आई नहीं है सर। कुछ देर के बाद आएगा। अभी इस टाइम है ना, शाम को 4 बजे पब्लिक आएगी। हाँ, 4 बजे इधर बहुत बिजी हो जाएगा।
रोहित खेल देखेगा आपने हाँ देख लिए सर देख लेगा ഓക്കെ थैंक यू सर ബൈ വലിയ ഹാപ്പിയാണ് കേട്ടോ അവരെല്ലോ ചൂടപ്പം പോലെ വിട്ടു കാരണം ഒരുപാട് ജേഴ്സികൾ ഉണ്ട്. വിരാട് കോഹ്ലിയുടെ ഉണ്ട്, ഋതുരാജ് ഗെയ്ക്വാദിന്റെ ജേഴ്സി വരെ ഉണ്ട്. പക്ഷെ അതൊക്കെ അവിടെ കിടക്കുക. പോകുന്ന മുഴുവൻ സഞ്ജു സാംസന്റെ ജേഴ്സിയാണ്. ഒപ്പം വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ അവരൊന്നും ടീമിലില്ലാന്ന് ആലോചിക്കണം. ടീമിലില്ലാത്തവരുടെ ജേഴ്സിയും പിന്നെ സഞ്ജു സാംസന്റെ ജേഴ്സിയാണ് കൂടുതലായി ചെലവായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അപ്പോ നിഷാദ് വലിയ ആവേശത്തിൽ തന്നെയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത സാധാരണഗതിയിൽ കഴിഞ്ഞ മത്സരം കഴിഞ്ഞ T20 ഒക്കെ നടന്ന സമയത്ത് മഴയിൽ അലിഞ്ഞു പോയതാണ്. അപ്പോൾ മഴയിൽ അലിയില്ല, വെയിലത്ത് വാടാതെ മത്സരം നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രാത്രി 7 മണിക്കാണ് മത്സരം. ടീമുകൾ 5 മണിയോടെ ഗ്രൗണ്ടിലേക്ക് എത്തും. അതിനുശേഷം വാമപ്പ് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ടോസിലേക്ക് പോവുക. ടോസ് പോകുമ്പോൾ നേരത്തെ നൗഫൽ പറഞ്ഞതുപോലെ നിർണായകമായ ഒരു കാര്യം സഞ്ജു സാംസൺ ടീമിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ എവിടുന്നാ? കായംകുളത്ത് തന്നെ. നേരത്തെ പോന്നല്ലോ. അതെ അതെ ഇപ്പം പിന്നെ തിരക്കായി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലല്ലോ. എങ്ങനെയുണ്ട്? എന്ത് കയ്യിൽ ആരുടെ ജേഴ്സിയാ? വിരാട് കോഹ്ലിയുടെയാണ് ധരിച്ചിരിക്കുന്നത്. ഇത് അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മയുടെ ഇത് ഇവിടെ അഭിഷേകിന്റെ കിട്ടിയില്ല, അതുകൊണ്ട് രോഹിതിനെ പിടിച്ചിട്ട്. അഭിഷേക് കിട്ടിയില്ല, രോഹിത്. അത് സഞ്ജുവിന്റെ നിങ്ങൾ ആരും വാങ്ങിച്ചില്ലേ? സൈസ് ചെറുതാണ്. സൈസ് കറക്റ്റ് സൈസിൽ ഇറക്കണം. എന്താ സംഭവം അറിയോ? സഞ്ജു ഈടെ കുറച്ചൊന്ന് ഫാറ്റ് ആയിട്ടുണ്ട്. സഞ്ജു കുറച്ച് തടി കൂടി പോയി. തികയുന്നില്ല. സഞ്ജുന്റെ എല്ലാം വന്നതെല്ലാം പോയി. നമുക്ക് പറ്റിയ അളവിന് കിട്ടിയില്ല. സങ്കടപ്പെടണം. ഉച്ചക്കേഷം വരും. എന്താ സ്ഥിതി ഇന്നത്തെ ഒരു? കുഴപ്പമില്ല, സമയമാകുന്നതല്ലേ ഉള്ളൂ. അല്ല ജയസാധ്യത സഞ്ജുവിന്റെ പ്രകടനം, സഞ്ജുവിന്റെ കളി പോയിരിക്കും, സഞ്ജുവിന്റെ പ്രകടനത്തെ പോയിരിക്കും. വലിയ പ്രതീക്ഷയിലാണ്. ഓക്കെ ചേട്ടൻ എവിടുന്ന് വരുന്നേ? ഈരാറ്റുപേട്ടെന്ന്. വെയിലൊന്നും നോക്കി രണ്ടുപേരും. ഓക്കെ എങ്ങനെയുണ്ട് വന്നിട്ട്? എന്താ ഒരു പ്രതീക്ഷ? എന്താ സഞ്ജുവിന്റെ പ്രതീക്ഷ തന്നെ വന്ന കാരണം സഞ്ജുവിന്റെ കളി ഒരു 18 വയസ്സ് തൊട്ട് കണ്ടു തുടങ്ങുന്ന. അതായത് ലോകോത്തര ബോളറായ ഡെയിൽ സ്റ്റെയിനിട്ട് പുള്ളിക്കാരൻ ഒരു 18-ാം വയസ്സിൽ ഒരു സ്ട്രൈറ്റ് ഒരു 6 അടിക്കുന്നുണ്ട്. അന്നോട്ട് പുള്ളിയോട്ടുള്ള ആരാധന തുടങ്ങിയത് IPL വെച്ചിട്ട്, രാജസ്ഥാനിൽ വെച്ചിട്ട്. പിന്നെ പുള്ളി ഡൽഹി പോയപ്പോ പുള്ളിയുടെ ഒപ്പമായിരുന്നു. ഇപ്പൊ വീണ്ടും ചെന്നൈ പോയപ്പോ വിസിലടിക്കാൻ പഠിച്ചോണ്ടിരിക്കുക, ചെന്നൈയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പുള്ളിയെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വെളുപ്പിന് 4:30 വന്ന. രാജസ്ഥാനിൽ ചെന്നൈയിലേക്ക് മാറിയ ആളാണ് കേട്ടോ. കഴിഞ്ഞ 4 കളി കണ്ടല്ലോ നിങ്ങൾ. 4 കളി കണ്ടപ്പോ എന്ത് തോന്നി? 4 കളി കണ്ടപ്പോ സത്യം പറഞ്ഞ നിരാശയുണ്ട്. പക്ഷേ എന്നാലും പുള്ളിക്കാരനോട് നമുക്കൊരു പ്രതീക്ഷ, 18 വയസ്സ് തൊട്ടുള്ള ഒരു ഹോപ്പ് നമ്മൾ വെച്ചു പുലർത്തുന്നതല്ലേ. പുള്ളി ഒരു ഇത്രയും നാളും ഇൻ ആൻഡ് ഔട്ട് ആയിട്ട് ടീമിൽ നിന്നെങ്കിലും ഇന്ന് പുള്ളി ഇപ്പൊ വേൾഡ് കപ്പ് ടീമിലുണ്ട്, നമുക്കറിയാമല്ലോ. അപ്പൊ അതിന് വെച്ചൊരു തുടക്കമാവും ഇന്നത്തെ കളി. ഇന്നോട്ട് പുള്ളി അങ്ങോട്ട് അടിച്ചു കയറുമെന്നാണ് പ്രതീക്ഷ. അടിച്ച് കയറി വാ സഞ്ജു അല്ലെ. അതാണ്. ഓക്കെ താങ്ക് യു. അപ്പം ശരി. അപ്പൊ നിഷാദ് വലിയ ആവേശത്തിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരല്പം വെയിലിന്റെ ചൂടുണ്ട്. അതൊന്ന് ഒരു 3 മണിയോട് കൂടാതെ അങ്ങ് താഴും. അതിനുശേഷം ഇവിടെ ക്രിക്കറ്റിന്റെ ചൂടായിരിക്കും. ടീമുകൾ 5 മണിയോടെ എത്തും. നിഷാദ്.